നമുക്കിന്ന് കശുവണ്ടി കൊണ്ട് അണ്ടിയുണ്ട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവരും പോയോ. അപ്പോൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: അരി നന്നായി കഴുകി ഉലർത്തിയെടുത്തത്, അതുപോലെ തേങ്ങ, ശർക്കര അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 5-6 ഏലക്കായ, ആവശ്യത്തിന് കശുവണ്ടി. അപ്പോൾ അരി നമുക്ക് വറുത്തെടുക്കാം. ചട്ടി ചൂടാക്കാം. ഇത് മൺചട്ടിയിൽ വറുക്കേണ്ടതാണ്. മൺചട്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ഇതിൽ വറുക്കണം. അരി ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ആയില്ലേ? അരി നമ്മൾ വറുത്ത് കോരി എടുത്തു കേട്ടോ. അതിലിറക്കിയ അരി വറുത്തതും ശർക്കരയും നാളികേരം കൂടിയിട്ടിട്ട് അടിച്ചു മാറ്റി തിന്നുന്ന ആൾക്കാരെ കണ്ട ഒരു അരി വറുത്ത എവിടുന്നാന്ന് അറിയില്ല ഈ വക ആൾക്കാരൊക്കെ വരുന്നത്. അപ്പം അടുത്തത് നമ്മൾ ഒരു ലേശം കൂടി 2-3 ട്രിപ്പായിട്ടോ വറുത്തത്. ഇതിൽ കുറച്ചിട്ട് വറുക്കാൻ പറ്റുള്ളൂ. സ്കൂളില്ലാത്ത ദിവസം അമ്മ തൊഴിലുറപ്പിന് പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകും. വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല, അപ്പുറത്തൊന്നും വീട്ടിലുള്ള ആളില്ലാത്ത കാരണം കൊണ്ട് അമ്മയുടെ കൂടെ പോട്ടാം. അപ്പോൾ അവിടെ തൊഴിലുറപ്പിന് പോയ പ്രജിതേച്ചിയുടെ വീട്ടിൽ നിന്ന് ചായയും അരിമണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വന്ന് പറഞ്ഞിട്ട് തിന്നെ ചായ കിട്ടിയില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട്. ചായ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയേക്കട്ടാ. പിന്നെ തോലുള്ള അണ്ടി കപ്പലുണ്ട്. കശുവണ്ടി ഇത് പറയാൻ വന്നതാ, പക്ഷെ തപ്പി പിടിച്ച എന്തൊക്കെയാ പറഞ്ഞു. എനിക്ക് എന്നോട് തിരിച്ചല്ല. തോലുണ്ട് കേട്ടോ, വറുത്തിട്ട് തോല് കളയണം. അപ്പം അതിങ്ങനെ ആയി വരുന്നുണ്ട്. തോലൊക്കെ വേറുന്നുണ്ട്. ബാക്കി നമ്മൾ തിരുമ്പിയ കൈ കൊണ്ട് തിരുമ്പിയ വേറിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. ജീരകവും ഏലക്കായും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു. അടുപ്പിൻ്റെ മുകളിൽ വെച്ചില്ല, തീ കത്തിച്ചില്ല, ഓഫ് ചെയ്തു. കാരണം അണ്ടിപ്പരിപ്പ് വറുത്ത ചൂടുള്ള കാരണം കൊണ്ട്. അപ്പം അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരിയൊക്കെ വറുത്തയച്ചു. ഇനി അത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്രാവശ്യം കൂടി പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അരി ലാസ്റ്റത്തെ പൊടിക്കെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ജീരകവും ഏലക്കായും പൊടിച്ചെടുക്കാം കേട്ടോ. ഈ അരി പൊടിച്ചപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ജീരകവും ഏലക്കായിട്ട് പൊടിച്ച കാരണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തത് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. നമ്മളത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചാൽ എല്ലായിടത്തേക്കും എത്തും. തോനുണ്ടെങ്കിൽ 1-2 കുറച്ച് കടിക്കാനുള്ളതൊക്കെ ഇടായിരുന്നു. കുറച്ചുള്ള കാരണം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, എല്ലായിടത്തേക്കും എത്തണ്ടേ. നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അവിടെ ഇവിടെ ഒരു കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ വലിയ കഷ്ണങ്ങളല്ല, ഒരു പുട്ടുപൊടിയുടെ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരി പൊടിച്ചതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് യോജിപ്പിക്കാം. നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അണ്ടി പൊടിച്ചതിടാം കേട്ടോ. മിക്സ് ചെയ്യാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ശർക്കര അരിഞ്ഞ് ചേർക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ശർക്കര ഒഴിക്കുകയാണെങ്കിൽ ഉണ്ട പിടിക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഉണ്ടയില്ല, മധുരം കുറവുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള ശർക്കര കൂടി ചേർക്കാം കേട്ടോ. ശർക്കര ഉരുക്കി ചേർത്ത ബോള് പരുവത്തിലൊക്കെ എളുപ്പമുണ്ടാവും കേട്ടോ. നമ്മൾ അരിഞ്ഞിട്ടാണ് ചേർത്തത്. ഉരുക്കി ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പം ഇനി ബോളുകളാക്കിയിട്ട് പാത്രത്തിലാക്കാം കേട്ടോ. അപ്പം നമ്മുടെ അണ്ടിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ശർക്കര ഉരുക്കി ഒഴിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കേടുവരാതെ 1-2 മാസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ അണ്ടിയുണ്ട ഇവിടെ ശരിയായിട്ടുണ്ട്.